മിനിക്കഥ കരകയറാത്ത ജീവിതങ്ങൾ. എന്തോ ശബ്ദം കേട്ട് ഷമീർ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. മുറിയിൽ കൂരിലിട്ടാണ്. തപ്പിത്തടഞ്ഞ് ഷമീർ ലൈറ്റിട്ടു. ട്യൂബ് ലൈറ്റ് മിന്നിത്തെളിഞ്ഞു. മുറിയിൽ പ്രകാശം പരന്നു. ആ പ്രകാശത്തിൽ ഷമീർ കണ്ടു ചുമരും ചാരിയിരുന്ന് കഠിനമായി ചുമക്കുന്ന ബീരാനിക്ക്. ഷമീർ ചോദിച്ചു, എന്ത് പറ്റി ബീരാനിക്ക? വയ്യടാ, തീരെ വയ്യ. ചുമക്കിടയിലൂടെ ബീരാനിക്ക മറുപടി പറഞ്ഞു. ഓഹോ, സുഖമില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ലീവ് എടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ എത്ര പറഞ്ഞതാ? അതും കേൾക്കില്ല. ഷമീർ ശാസിക്കും പോലെ പറഞ്ഞു. എടാ, നിനക്കറിയില്ലേ ഇവിടെ ഹോസ്പിറ്റലിൽ പോയാലുള്ള ചിലവിനെക്കുറിച്ച്? പിന്നെ ലീവ്, അങ്ങനെ ഒരു വാക്കുള്ളത് തന്നെ ഞാൻ ഓർത്തിട്ട് കാലം എത്രയായി? വെള്ളിയാഴ്ചയും പണിയാ, എന്നിട്ടാ വർക്കിംഗ് ഡേ ലീവ് കിട്ടുന്നത്. എല്ലാം നിനക്കറിയാവുന്നതല്ലേ? ബീരാനിക്ക ഒരു നെടിവീർപ്പോടെ പറഞ്ഞു നിർത്തി. ഷമീർ എഴുന്നേറ്റു. കിച്ചണിൽ പോയി ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഏതായാലും ഇത് കുടിച്ചു നോക്കൂ. തൊണ്ടവേദനയ്ക്ക് ശമനം കിട്ടും, ഒപ്പം ചുമയ്ക്കും, ആശ്വാസമുണ്ടാകും. ബീരാനിക്ക് അത് വാങ്ങി കുടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ലൈറ്റ് ഓഫാക്കി കിടന്നോ? നിനക്ക് രാവിലെ പണിയുള്ളതല്ലേ, ഉറക്കം കളയണ്ട. ഷമീർ ലൈറ്റ് ഓഫ് ചെയ്തു. തൻ്റെ ബെഡിൽ പോയി കിടന്നു. കിടന്നുകൊണ്ട് തൻ്റെ ജനൽ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കി. പുറത്ത് നല്ല നിലാവുണ്ട്. പാതിരാ പിന്നിട്ടിട്ടും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന നിലാവെളിച്ചം കാണാൻ നല്ല ഭംഗി. അയാൾ ജനൽപ്പാളി ഒരു വശത്തേക്ക് നീക്കി. പുറത്തു നിന്നും തണുത്ത കാറ്റ് റൂമിലേക്ക് അടിച്ചു കയറി. കുറച്ചു സമയം കാറ്റുകൊണ്ട് ജനൽപ്പാളി അടച്ച ശേഷം ഷമീർ പുതപ്പ് വലിച്ചിട്ടു. കണ്ണുകൾ അടച്ചു കിടന്നു. അപ്പോൾ അയാളുടെ മനസ്സ് നിറയെ ബീരാനിക്കയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. 10-25 വർഷമായി പ്രവാസിയായി ഈ മണലാരണ്യത്തിൽ ബീരാനിക്ക കഷ്ടപ്പെടുന്നു. ഇന്നും അയാൾക്ക് ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ട്. സാമാന്യം നല്ല ശമ്പളമുണ്ടായിട്ടും അതിൽ നിന്നും കരകയറാൻ സാധിച്ചിട്ടില്ല. ഷമീർ ഓർക്കുകയായിരുന്നു ബീരാനിക്കയുടെ വാക്കുകൾ. ഒരിക്കൽ ബീരാനിക്ക അവനോട് പറഞ്ഞു, ഷമീറെ, നിനക്കറിയോ, എനിക്ക് ഈ കടങ്ങളൊന്നുമില്ലായിരുന്നെങ്കിൽ ഞാനെന്നെ ഈ മണലാരുണ്യം ഉപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ സെറ്റിലാകുമായിരുന്നു. എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണ് എൻ്റെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരാത്തതിൻ്റെ കാരണം. ബീരാനിക്ക തൻ്റെ പഴയകാല ജീവിത ചരിത്രം ഷമീറിന് മുന്നിൽ വിവരിച്ചു. അയാൾ പറഞ്ഞു തുടങ്ങി. 6 വർഷം മുമ്പ് നാട്ടിൽ പോയ സമയം കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് ഒരു വീടുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പണി ആരംഭിച്ചു. വീട് പണി ആരംഭിച്ചപ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങളുമായി എത്തി. വീടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല. വീട് ഒരിക്കലേ ഉണ്ടാക്കൂ. അത്യാവശ്യം അഥവാ അനാവശ്യ സൗകര്യങ്ങളും മോഡലുകളും ഒക്കെ വേണം. പൈസ ഇല്ലെങ്കിൽ എന്താ, ലോൺ കൊടുക്കാൻ ഇഷ്ടം പോലെ ബാങ്കുകളുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഇങ്ങനെ നീണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വന്നു. അതൊന്നും അത്ര കാര്യമാക്കിയില്ല. പക്ഷേ എൻ്റെ ഭാര്യയും അവരുടെ കൂടെ കൂടി പറഞ്ഞു, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത ഒരു വീട് തന്നെ വേണം. നിങ്ങൾ കൊണ്ടുവന്ന കാശ് തികയില്ലെങ്കിൽ എൻ്റെ സ്വർണം വിറ്റോളൂ. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ ബാങ്കിൽ നിന്നും ലോൺ എടുക്കാം. അങ്ങനെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി വലിയ വീട് വെക്കാൻ തീരുമാനിച്ചു. കയ്യിലുണ്ടായിരുന്ന പൈസയും സ്വർണം വിറ്റ് കാശും കൂട്ടിയിട്ട് വീട് പണി തീർന്നില്ല. അവസാനം ആധാരം ബാങ്കിൽ പണയം വെച്ച് ലക്ഷങ്ങൾ കടങ്ങളെടുത്തു പണി പൂർത്തിയാക്കി. പിറ്റേ വർഷം തന്നെ വീട് ഉദ്ഘാടനം അഥവാ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് താമസം ആരംഭിക്കുകയും ചെയ്തു. ആയിടയ്ക്ക് തന്നെ പഴയ കമ്പനിയിൽ നിന്നും ജോലി മാറ്റവും ഉണ്ടായി പുതിയ കമ്പനിയിലേക്ക്. പക്ഷെ അന്ന് മുതൽ എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്തു. നീ ഒന്നും ആളുകളുടെ വാക്ക് കേട്ട് ഇത്തരം പരിപാടിയിലേക്ക് മുതിരല്ലേ. ഒരു ഉപദേശം പോലെ പലപ്പോഴും ബീരാനിക്ക പറഞ്ഞത് ഷമീറിൻ്റെ കാതിൽ കേൾക്കുന്ന പോലെ തോന്നി. റൂമിൽ ഗ്ലാസിൻ്റെ ജനലായതിനാൽ കർട്ടൻ നീക്കിയ ഭാഗത്തൂടെ നിലാവെളിച്ചം റൂമിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഷമീർ താഴേക്ക് നോക്കി. ബീരാനിക്ക കിടന്നിരിക്കുന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, പാവമാണ്, എന്തൊരു ജീവിതമാണ് അയാളുടേത്. രാവിലെ 4 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം, തിരിച്ചെത്തുന്നത് 10 മണിക്ക് ശേഷവും. ട്രാഫിക് ഉണ്ടെങ്കിൽ പിന്നെ 12 മണി കണക്കാണ്. ഒരേ റൂമിലാണ് താമസമെന്ന് പറഞ്ഞിട്ടെന്താ? പല ദിവസങ്ങളും ബീരാനിക്കയെ ഞാൻ കാണാറ് പോലുമില്ല.
എങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ടും കിട്ടുന്നത് കൊണ്ട് വീട് ചെലവും ലോണടവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പലപ്പോഴും അയാൾക്ക് സാധിക്കാറില്ല. ഇനി എന്താണാവോ കടങ്ങളൊക്കെ വീട്ടി സ്വന്തം വീട്ടിൽ സമാധാനമായി അന്തിയുറങ്ങാൻ സാധിക്കുക? ഷമീർ ഒരു ദീർഘനിശ്വാസം വിട്ടു. അപ്പോഴാണ് അവൻ്റെ ചിന്തകൾക്ക് വിരാമമിട്ട് മൊബൈലിൽ മിസ്ഡ് കോൾ വന്നത്. അവൻ മൊബൈൽ എടുത്തു നോക്കി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് അവൻ പുഞ്ചിരിച്ചു. തിരിച്ചൊരു മിസ്ഡ് കോൾ അടിച്ച് അവിടെ തന്നെ വെച്ചു. അവൻ വാച്ചിലേക്ക് നോക്കി. സമയം 3 മണി. നാട്ടിൽ സുബഹിയുടെ സമയമാണ്, അഥവാ മുസ്ലിങ്ങൾ നമസ്കരിക്കുന്ന രാവിലത്തെ സമയമാണ്. അഥവാ അതാണ് മിസ്ഡ് കോൾ. ഷമീർ ആരോടുന്നില്ലാതെ പറഞ്ഞു, ഇനി ഉറങ്ങാൻ സമയമില്ല, അല്ലെങ്കിലും ഉറക്കം പോയിട്ട് കുറച്ച് ദിവസമായല്ലോ. അടുത്ത ആഴ്ച നാട്ടിലേക്ക് തിരിക്കുകയാണ്. പ്രവാസ ജീവിതത്തിന് എന്നേക്കുമായി വിട നൽകാനുള്ള തീരുമാനത്തിലാണവൻ. നീണ്ട 10 വർഷത്തെ ജീവിതം ഒരുപാട് കാര്യങ്ങൾ അവരെയും പഠിപ്പിച്ചിരുന്നു. ഒരു വീട് അവൻ്റെയും സ്വപ്നമായിരുന്നു. അത്യാവശ്യം വലിയ വീട് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയാണ് അവനോട് പറഞ്ഞത്, അള്ളാഹുവിനെ മറന്നുള്ള വീടൊന്നും നമുക്ക് വേണ്ട, ദൈവത്തെ മറന്നുള്ള വീടൊന്നും നമുക്ക് വേണ്ട, നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ഒരു ചെറിയ വീട് മതി. അങ്ങനെയാണ് കയ്യിലൊതുങ്ങുന്ന പൈസയ്ക്കുള്ള ഒരു വീട് നിർമ്മിച്ചത്. അതിനാൽ ഇന്നെനിക്ക് മനസമാധാനത്തോടെ ഉറങ്ങാം. അന്നത്തെ എൻ്റെ പ്രിയതമതയുടെ ആ നല്ല ഉപദേശങ്ങളെ ഓർത്തുകൊണ്ട് ഷമീർ കണ്ണടച്ച് കിടന്നു. തിരികെ മാടി വിളിക്കുന്ന ജന്മനാടിനെയും തനിക്കായി കാത്തിരിക്കുന്നവരെയും മനസ്സിലോർത്തുകൊണ്ട്. ശുഭം.